ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞങ്ങളെല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ഞങ്ങളുടെ ഫാമിലിയിലെ അനിയൻ്റെ മാരേജാണ്. അപ്പോൾ കുറച്ച് വർഷത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു ഒത്തുചേരൽ. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ അടിച്ച് പൊളിക്കാനാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ കല്യാണ പെണ്ണ് ആൻസി കെ വിജയ്. ഇതിപ്പോൾ ലൊക്കേഷൻ വരുന്നത് ട്രിവാൻഡ്രം ജില്ലയിലെ കാട്ടാക്കട കൃപ ഓഡിറ്റോറിയമാണ് കേട്ടോ. ഞങ്ങളുടെ നാട്ടിൽ എസ്പെഷ്യലി ട്രിവാൻഡ്രം ജില്ലയിലെ ക്രിസ്ത്യൻസിൻ്റെ മാരേജിന് തലേ ദിവസം പയ്യൻ്റെ വീട്ടിൽ നിന്നും കൊണ്ടുവരുന്ന ഡ്രസ്സാണ് കെട്ടിൻ്റെ അന്ന് പെണ്ണ് ധരിക്കേണ്ടത്. ഞങ്ങൾ ഒത്തിരി പേര് വന്നു കേട്ടോ, പക്ഷേ കുറച്ച് പേര് മാത്രമേ മുകളിലോട്ട് കയറിയുള്ളൂ. ബാക്കി എല്ലാവരും താഴെ നിൽപ്പുണ്ട് കേട്ടോ. നാളെ കല്യാണത്തിന് പെണ്ണിൻ്റെ ഡ്രസ്സ് എന്ന് പറയുന്നത് വൈറ്റ് ഫ്രോക്കാണ് കേട്ടോ. പ്രെയറാണ് കേട്ടോ കാണുന്നത്, പക്ഷെ ഞങ്ങളോട്ട് എങ്ങോട്ട് കയറിയില്ല. ഇനി പ്രാർത്ഥന കഴിഞ്ഞ ശേഷം പയ്യൻ്റെ സിസ്റ്ററാണ് ഡ്രസ്സ് ഹാൻഡ് ഓവർ ചെയ്യുന്നത്. അതിനുശേഷം ആൻസിയെ വിളിച്ചുകൊണ്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകും കേട്ടോ. അപ്പോൾ ഞങ്ങളിവിടെ ഫുഡ് കഴിക്കാൻ വന്നിട്ടുണ്ട്. ഫുഡ് എന്ന് പറയുന്നത് ഇടിയപ്പം, ചിക്കൻ, ഐസ്ക്രീം എല്ലാം ഉണ്ട് കേട്ടോ. നമ്മുടെ വാവ മാത്രം നല്ല കരച്ചിലായിരുന്നു കേട്ടോ ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ പുറത്ത് നല്ല ചായയും വാഴയ്ക്ക ബജിയൊക്കെ ഉണ്ടായിരുന്നു. നമ്മളെ കുട്ടീസ് എല്ലാം ഇവിടെ നിൽപ്പുണ്ട് കേട്ടോ. കണ്ടോ, എല്ലാവർക്കും ഭയങ്കര ഹാപ്പിയാണ്. നമ്മുടെ ചാനൽ കാണുന്നവർക്കാണ് അവർ ഹായ് പറയുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞേക്കണേ. അപ്പോൾ ഇതാണ് നമ്മുടെ പെൺപടകൾ കേട്ടോ. ഇത് മാത്രമല്ല, നാളെയും കുറച്ച് പേരെയൊക്കെ ഞാൻ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മുടെ ആഹ്ലാദ പ്രകടനങ്ങളാണ് കേട്ടോ. അപ്പോൾ കാട്ടാക്കട മുതൽ പൂഴിക്കുന്ന് വരെ, അതായത് പയ്യൻ്റെ വീട് വരെ ഞങ്ങൾ മാക്സിമം എൻജോയ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പുറത്ത് നല്ല മഴയായിരുന്നു കേട്ടോ, പക്ഷേ ഞങ്ങൾ ഇറങ്ങിയപ്പോഴാണ് അതൊക്കെ അറിഞ്ഞത്, പുറത്തേയുള്ള വിശേഷങ്ങൾ. ഡ്രസ്സൊക്കെ കൊടുത്ത ശേഷം പയ്യൻ്റെ വീട്ടിൽ ചെന്നു. അതിനുശേഷം വലിയമ്മയുടെ മോൻ്റെ വീട്ടിലാണ് ഞങ്ങളിപ്പോൾ വന്നത് കേട്ടോ. ഞങ്ങളുടെ ഫാമിലീസ് എല്ലാം തന്നെ ഇവിടെ അടുത്തടുത്ത വീടുകളിലാണ് താമസിക്കുന്നത്. സോ ഏത് വീട്ടിൽ വേണമെങ്കിലും നമുക്ക് നിൽക്കാം. കുറച്ച് പേരൊക്കെ പയ്യൻ്റെ വീട്ടിലും കുറച്ച് പേര് ഇവിടെയും വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് ഏകദേശം 6 months ആയിട്ടേ ഉള്ളൂ. അകത്തും പുറത്തുമായി നല്ല മനോഹരങ്ങളായ അലങ്കാര ചെടികളുണ്ട് കേട്ടോ ഇവിടെ. പിന്നെ പറയാന്നുണ്ടെങ്കിൽ മെയിനായിട്ട് ഇവിടെ ഒരാളുണ്ട് കേട്ടോ, നമുക്കൊന്ന് കാണാം. ആൾ മുകളിലാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ നമുക്കൊന്ന് മുകളിലോട്ട് ചെന്ന് ആളിനൊന്ന് നേരിട്ട് കാണാം. ആരും പേടിക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. കമോൺ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആൾ കേട്ടോ. എങ്ങനെയുണ്ട്, ഇഷ്ടമായോ? അപ്പോൾ നമ്മുടെ കുട്ടീസെല്ലാം താഴെ പേടിച്ച് ഓടിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കുഞ്ഞു വാവ മാത്രം എന്താണെന്ന് നോക്കി നിൽക്കുകയാണ് കേട്ടോ. കണ്ടോ, അതെൻ്റെ നേർക്ക് വന്നിട്ടുണ്ട്. നല്ല രീതിയിൽ എന്നെ നോക്കി കുരയ്ക്കുന്നുണ്ട് കേട്ടോ. എന്തിനാണ് വന്നതെന്നാണ് ചോദിക്കുന്നത്. ആളിന് അത്ര ഇഷ്ടമായില്ല എന്ന് തോന്നുന്നു. അപ്പോൾ നമ്മുടെ കുട്ടീസിനെ ഇങ്ങോട്ടൊന്നും കാണാനില്ല. നമ്മുടെ വാവ മാത്രം മിണ്ടാതെ ഇരിപ്പുണ്ട് കേട്ടോ. ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഓരോരുത്തരുടെയും ഡ്രീം ഇതുപോലൊരു വീടായിരിക്കുമല്ലേ. അപ്പോൾ എന്തായാലും ഈ വീട് നേരത്തെ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. നമുക്കുള്ളതിനേക്കാൾ ഏറ്റവും ഒരു കുഞ്ഞു വീടായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോഴാണ് ഇത് ഇങ്ങനെ നല്ലൊരു മനോഹരമായ രീതിയിലൊന്ന് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ മനോഹരമായൊരു ബാൽക്കണി ഉണ്ട് കേട്ടോ. ബാൽക്കണി മാത്രമല്ല, അതിന് ചുറ്റും നല്ല മനോഹരമായ ചെടികളും അങ്ങനെയുള്ള എല്ലാം നല്ല രീതിയിലൊന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് താഴോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ വീഡിയോയും നമ്മുടെ ഈ വീടും ഒക്കെ ഇഷ്ടമായാൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ ബൈ.